ധർമ്മസ്ഥലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന കൂട്ടക്കൊലയിൽ നിർണായക സാക്ഷിമൊഴിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയാണ്. ധർമ്മസ്ഥലയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി എന്നാണ് സാക്ഷിമൊഴി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് പോലീസിന് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയിൽ പറയുന്നത്. പല കൊലപാതകങ്ങളും നേരിട്ട് കണ്ടുവെന്നും മറവ് ചെയ്തില്ല എങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇയാളുടെ മൊഴിയിൽ പറയുന്നുണ്ട്. 100-ലധികം മൃതദേഹങ്ങൾ നേത്രാവതി പുഴയോട് ചേർന്ന് വനമേഖലയിൽ താൻ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ തൊഴിലാളി പറയുന്നത്. 1995 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ചിലത് കത്തിച്ചു കളയുകയായിരുന്നുവെന്നാണ് ഇയാൾ പറയുന്നത്. കുറ്റബോധം താങ്ങാൻ കഴിയാതെയാണ് പരാതിയുമായി ഇയാൾ നേരിട്ട് തന്നെ എത്തിയത്. ഇത്രയും കാലം ചുമന്ന ഓർമ്മകളുടെയും വേദനകളുടെയും ഭാരം തനിക്കിനി താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഇയാൾ നേരിട്ടെത്തിയത്. കൊല്ലപ്പെട്ട പുരുഷന്മാരുടെയും ബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിവരങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 11 വർഷമായി ജീവഭയം കാരണം ഭാര്യയും മക്കളുമായ അയൽ സംസ്ഥാനത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ധർമ്മസ്ഥലയിൽ നിന്ന് ഏറെ ദൂരെയാണെങ്കിലും താനും തൻ്റെ കുടുംബവും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടുമെന്നും ഇയാൾ മൊഴിയിൽ പറയുന്നുണ്ട്. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ താൻ പോലീസിനെ അറിയിക്കാതെ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു. ഒട്ടേറെ സ്ത്രീ മൃതദേഹങ്ങൾ വസ്ത്രങ്ങളോ അടിവസ്ത്രങ്ങളോ ഇല്ലാതെ കണ്ടെത്തുകയായിരുന്നു.